നമുക്കിന്ന് വളരെ സിമ്പിളായിട്ടും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു രസത്തിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ നമ്മൾ കടയിൽ നിന്നും വാങ്ങിക്കുന്ന രസക്കൂട്ടൊന്നും വെച്ചിട്ടല്ല, നമ്മൾ വീട്ടിൽ തന്നെയുള്ള പൊടികളൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു രസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു ചെറിയ കഷ്ണം പിഴിപുളി കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ കുരുമുളക്, ചെറിയ ജീരകം, വലിയ ജീരകം, വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇതെല്ലാം നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിവിടെ കുരുമുളക് 1 സ്പൂണും ബാക്കിയെല്ലാം 1/2 സ്പൂൺ വീതമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം. ഒത്തിരി അരച്ചെടുക്കരുത്, ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് നന്നായിട്ട് പഴുത്ത 2 തക്കാളി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കുക. അപ്പോൾ ഈ തക്കാളി നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് ഇതിൻ്റെ തൊലിയെല്ലാം പൊട്ടി വന്നിട്ടുണ്ടാവുക. ആ സമയമാകുമ്പോഴേക്കും നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തക്കാളി വെള്ളത്തിൽ നിന്നും ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ചൂടാറിയതിന് ശേഷം അതിൻ്റെ സ്കിന്നെല്ലാം ഒന്ന് മാറ്റി കഴിഞ്ഞാൽ ജാറിലേക്ക് മാറ്റി നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അതങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഇനി നമുക്കൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി ഉലുവയിട്ട് പൊട്ടിച്ച് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കടുകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചെറിയ ഉള്ളി കനം കുറച്ച് കട്ട് ചെയ്തതാണ്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ചെറിയ ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് പകുതി ഒന്ന് സോഫ്റ്റായിട്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, പെരിഞ്ജീരകത്തിൻ്റേത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടെ കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഈ ഇട്ട് കൊടുത്തതിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കായപ്പൊടി ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടി ഒഴിച്ച് ബാക്കിയെല്ലാം 1/2 സ്പൂൺ വീതം ചേർത്ത് കൊടുക്കാം. ഇനി പൊടികളെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് എടുക്കാം. ഈ പൊടികളുടെ എല്ലാം ഒന്നും പച്ചമണം മാറി ആ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്തേക്ക് ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന പുളി നന്നായിട്ട് അരിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി വെക്കാവുന്നതാണ്. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ആവശ്യാനുസരണം വെള്ളവും ചേർത്തിട്ട് ഇത് എടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ ആവശ്യത്തിനുള്ള വെള്ളമെല്ലാം ചേർത്ത് ഉപ്പെല്ലാം പരുവത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ രസം തയ്യാറാക്കാനായിട്ട്. വളരെ സിമ്പിളാണ്, ഒരു വെറൈറ്റി ആയിട്ട് ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ നേരെ താഴെ കാണുന്ന ബെൽ ഐക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താലേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ. കുറച്ച് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോട്ടിഫിക്കേഷനായിട്ട് വീഡിയോസ് ഒന്നും വരുന്നില്ല എന്ന്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.